അമ്പടി പുതുക്കുന്നതിന് 2 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ആ തടിപ്പ് അങ്ങ് കൂടുകയും നല്ല വേദന അനുഭവിക്കുകയും അകത്തും പുറത്തും വേദന ഉണ്ടാവുകയും ചെയ്തു. പുള്ളിക്കാരത്തെയും ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം വളരെ ടെൻഷനിലായി. ഞങ്ങളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പെട്ടെന്ന് പരിശോധിച്ച ശേഷം പറഞ്ഞു, ഒരു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വിളിച്ചു കരഞ്ഞു. ആ കരച്ചിൽ പക്ഷേ അൾട്രാസൗണ്ട് റിസൾട്ട് വന്നപ്പം ഇടത്തെ ബ്രസ്റ്റിൽ 8 മുതൽ 9 മില്ലിമീറ്റർ നീളത്തിൽ ക്ലോക്ക് രൂപത്തിലൊരു മാംസകഷ്ണം ഇരിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഞാൻ ആ റിസൾട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, സുരേഷ് ഇച്ചിരി പ്രശ്നമുണ്ടല്ലോ, പുള്ളിക്കാരത്തിയോട് പറയണ്ട, എത്രയും പെട്ടെന്നൊന്ന് മാമോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാനിത് പുള്ളിക്കാരത്തിയോട് പറഞ്ഞില്ല. ഞാൻ പോയ വഴിക്ക് എൻ്റെ മാതാവിനെ, എൻ്റെ കൃപാസന മാതാവിനെ ചങ്ക് പൊട്ടി എൻ്റെ കണ്ണിൽ നിന്ന് രക്തം വരുന്ന രീതിയിൽ ഞാൻ വിളിച്ചു എൻ്റെ മാതാവിനെ. ഞങ്ങളെ അനുഗ്രഹിക്കണം, വേറെ മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്താനും എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാനും വേറെ ആരുമില്ല. അതുകൊണ്ട് കൃപ ചൊരിയണേന്ന് ഞാൻ കരഞ്ഞ് അപേക്ഷിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് എന്നെ സാക്ഷിയാക്കണമെന്ന് ഞാൻ പറഞ്ഞു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി. മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി. മാമോഗ്രാം ചെയ്തപ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ 25-ാം തീയതി ചെയ്ത മാമോഗ്രാമും 25-ാം തീയതി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു. 28-ാം തീയതി മാമോഗ്രാമും അൾട്രാസൗണ്ട് സ്കാനും ചെയ്തപ്പോൾ അങ്ങനെയൊരു ദശയോ മാംസമോ ആ ബ്രസ്റ്റിലില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് കൂടാതെ അൾട്രാസൗണ്ട് ചെയ്ത റേഡിയോളജിസ്റ്റും അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു പുഷ്പകരില്ല. ആ സിസ്റ്ററും പറഞ്ഞു, ദൈവം തമ്പുരാന് കർത്താവായ ഈശോ നിങ്ങളെ തിരുരക്തത്താൽ കഴുകി അലിയിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു. അമ്മയോട് 1000 നന്ദി. അമ്മയെ ഒരിക്കൽ മരിക്കുന്ന വഴി ഞങ്ങൾ മറക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ കാത്തുകൊള്ളെ 1000 നന്ദി അമ്മേ. ഇത്ര വലിയ അത്ഭുതം സൃഷ്ടിച്ച അമ്മ മാതാവിന് 1000 നന്ദി. അമ്മ മാതാവിന് 1000 നന്ദി. എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. ഞങ്ങൾ അനുഭവിച്ച വേദന അതുപോലായിരുന്നു. ഞാൻ ജീവിതത്തിനോട് തിരിച്ചു വരും അതുപോലെ പ്രതീക്ഷിച്ചില്ല. അതുപോലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞത്, ഇത്ര സെന്റിമീറ്റർ നീളത്തിന് വലിയൊരു തടിപ്പ് പോകാൻ ഒരു മാംസ കഷ്ണം ഇതെടുത്ത് കളയണം. അതിനൊന്നും ഇടവരുത്താതെ അമ്മയുടെ പ്രത്യക്ഷകാരണത്തിന് ഇനിയും സാക്ഷിയാക്കണമേ ഞങ്ങളെ. അമ്മയും വിശുദ്ധ പുണ്യാളച്ചനും വിശുദ്ധ അന്തോണീസ് പുണ്യാളച്ചനും ഈശോയും എല്ലാം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അതുപോലെ അനുഗ്രഹിക്കണമേ.